ഹായ് വെൽക്കം ബാക്ക് ടു ഫാഷൻ വീക്ക് ഡിസൈൻസ്. നല്ല ഹെവി ആയിട്ട് ലക്നവി ഹാൻഡ് വർക്ക് വരുന്നൊരു കളക്ഷനാണ്. ആൻഡ് പുതിയൊരു ഫാബ്രിക് ആണ്. ബട്ട് മൽച്ചന്തേരിയേക്കാളും നല്ല കംഫർട്ടുള്ള ഒരു ഫാബ്രിക് ആണ്. അതായത് ഇതുണ്ടോ, ഇതിന്റെ വീവിങ് ഉണ്ട്. ഇതിന്റെ വീവിങ് കാണുമ്പോൾ നമുക്കൊരു വത്തിക്കാൻ പോലെ തോന്നും. ബട്ട് വത്തിക്കാനല്ല, വത്തിക്കാൻ ഫാബ്രിക്കിന് കുറച്ചും കൂടെ കട്ടിയുണ്ട്, കുറച്ചുകൂടെ സ്റ്റിഫ്നെസ് വരുന്നുണ്ട്. ഈ ഫാബ്രിക് നമ്മുടെ മൽച്ചന്തേരിയുടെ അതേ ആ ഒരു ഭയങ്കര കൂൾ ഇഫക്റ്റ് ഉള്ള നല്ല അടിപൊളി ഫാബ്രിക് ആണ്. പുതിയ ഫാബ്രിക് ആണ്. അതിൽ ഹെവി ലക്നവി പാറ്റേൺ ആണ്. ഇത്രയും കളർ ഷെയ്ഡ്സിലാണ് നമ്മളിത് കൊണ്ടുവന്നേക്കുക. ഇതാണ് ഫസ്റ്റ് ആണ് വന്നേക്കുന്നത്. നല്ല അടിപൊളിയുള്ള ഒരു റസ്റ്റ് കളറാണ് വന്നേക്കുക. നല്ല ഹെവി ആയിട്ട് യോക്ക് പോർഷൻ സെൽഫ് ടോണിൽ ഹെവി ഹാൻഡ് വർക്ക് പാറ്റേൺ ആണ്. ഫാബ്രിക് ആണ് ഇതിന്റെ മെയിൻ ഹൈലൈറ്റ്. വർക്ക് എപ്പോഴും മൂവിങ് ആയിട്ടുള്ള ഒരു ലക്നവി വർക്ക് ആണെങ്കിലും ഫാബ്രിക് ഈ വത്തിക്കാൻ്റെ ആ ഒരു വീവിങ്ങും എന്നാൽ മൽച്ചന്തരിയുടെ നല്ല ആ ഒരു സോഫ്റ്റ്നെസ്സും കൂളിങ്ങും ഉള്ള ഒരു ഫാബ്രിക് ആണ്. ടോപ്പിലും ദുപ്പട്ടിലും കൊടുത്തേക്കുക. ആൻഡ് ദുപ്പട്ടിലും സെയിം ലക്നവി വർക്ക് ഓൾ ഓവർ ഇതുപോലെ ഹെവി ആയിട്ട് സ്കാറ്റർ ചെയ്ത് ഓൾ ഓവർ കൊടുത്തിട്ടുണ്ട്. ബോട്ടവും സെയിം കളർ ഇങ്ങനെ വരും ലുക്ക്. അപ്പോൾ നെക്സ്റ്റ് കളർ ഈ ഒരു ഷെയ്ഡാണ്. ഒരു കൈൻഡ് ഓഫ് പർപ്പിൾ കളർ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത്. നല്ല കൂളിംഗ് ഇഫക്റ്റ് ഉള്ള അടിപൊളിയായിട്ടുള്ള ഒരു ഫാബ്രിക് പാറ്റേൺ ആണ്. നല്ല ഹെവി വർക്ക്. ഈ ജസ്റ്റ് കളേഴ്സ് കണ്ടാൽ പാറ്റേൺസ് സെയിം തന്നെയാണ്. ടോപ്പിൻ്റെ ബേസ് ടോണിൽ തന്നെയാണ് ഈ ഹെവി ലക്നവി പാറ്റേൺ ചെയ്തേക്കുക. വൈഡായിട്ടുള്ള റൗണ്ട് നെക്ക് വിത്ത് ബോട്ടം വന്നിരിക്കുന്നതും ഒരു കട്ടിയുള്ള ടൈപ്പ് സാൻഡൂൺ അല്ല, ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഫാബ്രിക് ആണ് ഇതിൽ ചെയ്തേക്കുക. അങ്ങനെ ലുക്ക്. സോ അപ്പോൾ അതിൽ അടുത്ത ഷെയ്ഡ് വന്നിരിക്കുന്നത് ഇതിൻ്റെ തന്നെ ബ്ലാക്ക് ആണ് വന്നിരിക്കുന്നത്. ബ്ലാക്കിൽ യോക്ക് പോർഷൻ ഹെവി ഹാൻഡ് വർക്ക്. അതിനകത്ത് അത് ലക്നവി വർക്ക് മാത്രമല്ല, ഈ ഒരു എന്താ പറയുക ബുള്ളിയൻ റോസ് വർക്ക് യൂസ് ചെയ്തിട്ടുണ്ട്. ചെറിയ സീക്വൻസിങ് പാറ്റേൺ വരുന്നുണ്ട്. ദുപ്പട്ടയിൽ വരുമ്പം മെയിൻലി താഴെ ഭാഗത്തിലാണ് ഹെവി ആയിട്ടും ആ ഒരു ഹാൻഡ് വർക്ക് പോയേക്കുക. 1540 ആണ് പ്രൈസ് വന്നേക്കുക വിത്ത് ഫ്രീ ഷിപ്പിംഗ്. അപ്പോൾ അതിലേക്ക് അടുത്ത ഷെയ്ഡ് ഈ ഒരു കൈൻഡ് ഓഫ് ഗ്രീൻ ഗ്രാമിൻ്റെ തന്നെ ഒരു ടോൺ ആണ്. കുറച്ചും കൂടെ ഒരു ഗ്രീൻ ആണെന്ന് തോന്നുന്നു. ഇതിൽ ഹൈലൈറ്റഡ് ആവുന്ന ഒരു ഗോൾഡൻ ബ്രൗണിൻ്റെ ബ്ലെൻഡും ഉണ്ടെന്ന് തോന്നുന്നു. എക്സാക്ട് ഗ്രീൻ ഗ്രാമും അല്ല, അതായത് ഒരു ഗ്രീൻ ഗ്രാമും ഒരു ഗോൾഡൻ ബ്രൗണിൻ്റെ ഒരു മിക്സ്ഡ് ആയിട്ട് നിൽക്കുന്ന പോലത്തെ ഒരു ഷെയ്ഡാണ്. അതിൻ്റെ പാറ്റേണിൽ ചെറിയ വ്യത്യാസമുണ്ട്. ഫാബ്രിക് വൈസ് സെയിം തന്നെ ഉണ്ടോ. ഈ ഒരു പാറ്റേൺ ആണ് ഇതിൽ ചെയ്തിരിക്കുന്നത്. ചെറിയൊരു വി ഓപ്പണിങ് ചെയ്തിട്ടുണ്ട്. സോ ഇതാണ് ലുക്ക്. സോ ഇതൊരു ഗ്രീൻ വേരിയൻ്റ് തന്നെയാണ്. ഒരു ഒലിവ് ഗ്രീൻ ആണ് കളർ ഷെയ്ഡ് വന്നിരിക്കുന്നത്. പാറ്റേൺ സെയിം. വളരെ സ്മൂത്തും സോഫ്റ്റുമായിട്ടുള്ള അടിപൊളി ഫാബ്രിക് ആണ് ചെയ്തിരിക്കുന്നത്. ആണ് അതിൻ്റെ ഓവറോൾ ആയിട്ടുള്ള ലുക്ക് വന്നിരിക്കും. അതിനോട് തന്നെ ബേസ് കളർ ഒന്നെങ്കിൽ ബേസ് കളറിനേക്കാളും കുറച്ചും കൂടെ ലൈറ്റ് അല്ലെങ്കിൽ ഡാർക്ക് കോമ്പിനേഷൻസിലാണ് ഫുൾ ഹാൻഡ് വർക്ക് യോക്കിൽ വന്നിരിക്കുന്നത്. ആ ഒരു കോമ്പിനേഷൻ തന്നെയാണ് ദുപ്പട്ടിലും ഉണ്ടോ. ഹെവി ആയിട്ട് തന്നെ ദുപ്പട്ടിലും വർക്ക് സ്കാറ്റർ ചെയ്യുന്നത്. നല്ലൊരു പ്രീമിയം കളക്ഷനാണ്. ചെറിയൊരു ഗോൾഡൻ ബ്രൗണിൻ്റെ ബ്ലെൻഡുള്ള ഒരു എന്താ പറയുക, ഒരു ഗോൾഡൻ ഗ്രീൻ ടോൺ ആണ് വന്നിരിക്കുന്നത്. നമ്മൾ മുന്നേ കണ്ടതിന് തന്നെ കുറച്ചും കൂടെ തെളിച്ചുള്ള ഒരു കളർ ഷെയ്ഡാണിത്. ഇതേപോലെ വരും. അപ്പോൾ ഇത്രയും കളർ ഷെയ്ഡ്സ് ആണ്. നല്ല ഹെവി വർക്കാണ് യൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ വാട്സപ്പ് വഴി ഓർഡർ പ്ലേസ് ചെയ്യാം. വളരെ ഫാസ്റ്റ് സെല്ലിംഗ് പ്രോഡക്റ്റ് ആണ്. നമ്മൾ മൽച്ചന്തേരിയിലും അതുപോലെ പ്ലാറ്റിനം ക്രഷിലും ജോർജറ്റിലും ഒക്കെ ചെയ്യുന്ന ആ സെയിം വിസ്കസ് ജോർജിലൊക്കെ ചെയ്യുന്നത് ആ സെയിം വർക്കാണ്. 1540 പ്രൈസ്. താങ്ക് യു.